ഇന്നൊരു ദിവസത്തെ കാര്യങ്ങളാണ് ഞാൻ ഈ പറയുന്നത്. രാവിലെ തന്നെ ഒരു ഉഗ്രൻ ഒരു പണി കിട്ടി. എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രാവിലെ തൊട്ടേ ബൈക്ക് സ്റ്റാർട്ട് ആവുന്നില്ല. ഇതിനെ ഒരുട്ടി വർക്ക്ഷോപ്പിൽ കൊണ്ടുപോകാന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളെ വഴി കുറച്ച് കഠിനമായതുകൊണ്ട് നടക്കുന്ന കാര്യമല്ല. അങ്ങനെ ഇപ്പോൾ സ്വന്തമായിട്ട് അങ്ങ് പണിഞ്ഞിറക്കാന്ന് കരുതി. അങ്ങനെ ഇപ്പോൾ ബാറ്ററി തൊട്ടങ്ങ് തുടങ്ങി. ബൈക്കിന്റെ ഫീസ് പോയതാണോ എന്ന് നോക്കിയപ്പോൾ അതിനൊന്നും ഒരു കുഴപ്പമില്ല. എന്തായാലും നനഞ്ഞു, ഇനി കുളിച്ചങ്ങ് കയറാന്ന് കരുതി മൊത്തത്തിൽ അങ്ങ് അവത്ത് വരുത്തു. പണ്ട് തൊട്ടേ കളിപ്പാട്ടം കിട്ടിയാലും അവത്ത് വരുത്ത് ഇതേപോലൊരു ഇരിപ്പുണ്ട്. ഇനിയിപ്പോൾ ആലോചിച്ചിരുന്നിട്ട് കാര്യമില്ല, എന്തായാലും അവത്ത് വരുത്തു. ഇനിയിപ്പോൾ അങ്ങോട്ട് നോക്കിയിട്ടൊന്നും മനസ്സിലാവത്തോണ്ട് മൊത്തത്തിലൊന്ന് ചെക്കപ്പ് ചെയ്തെടുക്കാന്ന് കരുതി. അങ്ങനെ ഇപ്പൊ ചക്ക വീണ മുതല ചത്ത പോലെ എന്റെ പരീക്ഷണം വിജയിച്ചു. പണ്ടും എന്തെങ്കിലും ഞാൻ നശിപ്പിച്ചാലും അവസാനം എങ്ങനെങ്കിലുമൊക്കെ അങ്ങ് ശരിയാക്കും. അങ്ങനെ വണ്ടിയൊക്കെ നന്നാക്കി കഴിഞ്ഞപ്പോൾ മിക്കപ്പോഴും പറ്റുന്ന ഒരു സംഭവമുണ്ട്. അവസാനം ഏതെങ്കിലും 1-2 നെട്ടങ്ങ് ഞാൻ കളയും. അങ്ങനെ ഇപ്പൊ വീട്ടിലിരുന്ന 1-2 നെറ്റുകൾ എടുത്ത് വെച്ച് ഇതിനെ അങ്ങ് ഫിറ്റ് ചെയ്തെടുത്തു. അങ്ങനെ ഇന്ന് രാവിലെ കിട്ടിയ പണിയെ കുറച്ച് പണിയെടുത്തിട്ടാണെങ്കിലും തോപ്പിച്ചു. എന്നിട്ടിപ്പോ അടുത്ത പ്രശ്നം, ഉച്ചയ്ക്ക് അമ്മയ്ക്ക് ആഹാരം വേണ്ട. ചില സമയങ്ങളിൽ അമ്മ കുട്ടിയെ കണക്കാണ്, അതുകൊണ്ട് ചെറുതായിട്ടൊന്ന് സോപ്പൊക്കെ ഇട്ടാൽ മാത്രമേ ആള് ഞങ്ങളെ പരിധിയിൽ വരത്തുള്ളൂ. അങ്ങനെ അമ്മയ്ക്ക് ആഹാരം കൊടുത്തിട്ട് ഞങ്ങൾ രണ്ടുപേരും കൂടി ഒന്ന് പുറത്തേക്ക് പോകാന്ന് കരുതി. അപ്പോൾ ഞങ്ങളുടെ ഇന്നത്തെ യാത്രയുടെ മെയിൻ ഉദ്ദേശം കണ്ണനെ കൊണ്ടുപോയി ലുലു മാൾ കാണിക്കണം. കഴിഞ്ഞ മാർച്ച് തൊട്ട് പൊന്നു എന്നോട് പറയുന്ന ഒരു കാര്യമാണ്, 10ാം ക്ലാസ് ജയിച്ചു കഴിഞ്ഞാൽ കണ്ണനെയും കൊണ്ട് ലുലുവിലേക്ക് പോകണമെന്ന്, കൂടെ ഒരു ഡ്രസ്സും വാങ്ങിക്കൊടുക്കണം. അങ്ങനെ ഞങ്ങൾ 3 പേരും സംസാരിച്ച് ലുലു മാൾ എത്തിയത് പോലും അറിഞ്ഞില്ല. ഞങ്ങൾ അവിടെ എത്തിയപ്പോഴേക്കും നല്ല തിരക്കുണ്ട്. അതുകൊണ്ട് ഞങ്ങളെന്ന് നേരെ പോയി കാറ് പാർക്ക് ചെയ്തത് ഏറ്റവും ടോപ്പിലായിരുന്നു. നമ്മൾ ലുലു മാളിന്റെ ഏറ്റവും ടോപ്പിൽ പോയി കഴിഞ്ഞാൽ ബീച്ച് കാണാൻ കഴിയും. എനിക്ക് തോന്നുന്നു ശംഖുമുഖം, വേളി ആ ഒരു ഭാഗമാണെന്ന്. ഞങ്ങളങ്ങനെ മേളിൽ നിന്ന് താഴോട്ട് നോക്കിയപ്പോൾ സമാധാനമായി. ലിഫ്റ്റിലാണെങ്കിൽ ഒരുപാട് തിരക്ക്. അങ്ങനെ നേരെ സ്റ്റെപ്പ് വഴി താഴെ ഇറങ്ങി. ഞങ്ങളങ്ങനെ നേരെ പോയത് സ്റ്റുഡിയോയിലേക്ക്. അവിടെ നിന്ന് എനിക്കൊരു ജോഡി ഷൂവും വാങ്ങി, കണ്ണനും ഡ്രസ്സും വാങ്ങി. പിന്നെ എനിക്ക് ഷൂ വാങ്ങുന്നിടത്തായിരുന്നു ഒരുപാട് സമയം പോയത്. കാരണം ഏതെടുക്കണമെന്നുള്ള ഡൗട്ടിലായിരുന്നു ഞാൻ. അവിടെ നിന്ന് നേരെ പോയത് ലുലു ഹൈപ്പർ മാർട്ടിലാണ്. കണ്ണിൽ ഇഷ്ടപ്പെടുന്ന സാധനം പോയി എടുത്തിട്ട് വില കണ്ടിട്ട് അവസാനം ഓടിയതാണ് നിങ്ങൾ ഈ കാണുന്നത്. എന്നിട്ട് ഞങ്ങൾ നേരെ ഫുഡ് കോർട്ടിൽ നിന്ന് ഫുഡും വാങ്ങി നേരെ കഴിക്കാനിരുന്നു. പിന്നെ പൊന്നൂന് ഇഷ്ടപ്പെട്ടിട്ട് പ്രോൺസ് വെച്ചിട്ടുള്ള ഈ ഒരു നൂഡിൽസ് വാങ്ങി. സംഭവം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. പിന്നെ കുറച്ച് ബീഫും കപ്പയും വാങ്ങി, കൂടെ ഫ്രൈഡ് ചിക്കൻ കൂടി. ഇതെല്ലാം കൂടി കഴിച്ചപ്പോൾ തന്നെ ഇന്നത്തേക്കുള്ളതായി. അങ്ങനെ ഫുഡ് കഴിച്ചിട്ട് വീട്ടിലേക്ക് വാങ്ങിയ കുറച്ച് സാധനങ്ങളായി ഞങ്ങൾ നേരെ വീട്ടിലേക്ക് പോകാൻ ഇറങ്ങി. അങ്ങോട്ട് പോയ തുള്ളിച്ചാട്ടം തിരിച്ചു കയറിയപ്പോൾ ഇല്ലായിരുന്നു. കാരണം ഏറ്റവും ടോപ്പിലാണല്ലോ നമ്മളെ വണ്ടി. അങ്ങനെ ഞങ്ങൾ 3 പേരും കൂടി പൊന്നൂന്റെ വീട്ടിലേക്ക് പോയി കണ്ണനെയും വീട്ടിലാക്കി നേരെ ഞങ്ങൾ വീട്ടിലേക്ക് വന്നു. ലുലുന്ന് കുറച്ച് ഫ്രൂട്ട്സ് അമ്മയ്ക്കും അച്ഛനും കൂടെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. വന്ന പാടെ അത് ആദ്യം അമ്മയ്ക്ക് തന്നെ കൊടുത്തു. പിന്നെ ഞങ്ങൾ ചിക്കനൊക്കെ വെക്കാൻ പറ്റിയ നല്ലൊരു പാത്രം ഓഫറിന് ലുലുന്ന് വാങ്ങിയിട്ടുണ്ടായിരുന്നു. അതും കൂടി അമ്മയ്ക്ക് കാണിച്ചു. അപ്പോൾ ഇന്നത്തെ വിശേഷം ഇത്രയൊക്കെയാണ്.